കൺമുന്നിൽ ഇവള് തന്നെയാണല്ലോ. അമ്മയ്ക്കൊരു കാര്യം അറിയോ? എന്താ നില? ഇന്നത്തെ ടെസ്റ്റില് എനിക്ക് ഫുൾ മാർക്ക് കിട്ടി അമ്മേ. ആണോ നിലക്കുട്ടി? നീ ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന അമ്മയ്ക്ക് അപ്പോഴേ അറിയാം. എന്താന്ന് വെച്ചാ നീ അത്രയ്ക്ക് ബ്രില്യൻ്റാ, എക്സ്ട്രാ ഓർഡിനറി ടാലന്റ്. നീ വലിയ ഒരാളാവ നോക്കിക്കോ. നിന്റെ ടാലന്റ് കണ്ട് അമ്മ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നീ ഈ ടെസ്റ്റില് മാത്രമല്ല, ആനുവൽ ടെസ്റ്റില് തുടങ്ങി 10th, +2, കോളേജ് എന്ന് വേണ്ട എല്ലാത്തിലും എന്റെ ചെല്ല കുട്ടി തന്നെയാണ് ക്ലാസ് ഫസ്റ്റ് ആവുക. രാഹുൽ, നിന്റെ മാർക്ക് എത്രയാ? അത് പിന്നെ പോട്ടെ അമ്മേ. മര്യാദക്ക് പറയേ, നിനക്ക് എത്ര മാർക്കുണ്ട്? നീ ക്ലാസ്സിൽ ഫസ്റ്റ് ആണോ അല്ലയോ? ഫസ്റ്റ് മാർക്ക് എങ്ങനെയാ അമ്മ കിട്ടുക? അപ്പൊ നിനക്ക് എത്ര മാർക്കാ കിട്ടിയത്? സ്ഥിരം കിട്ടുന്നത് പോലെ ഫീൽ അമ്മേ. എടോ, ഒന്നിനും കൊള്ളാത്ത കഴുതേ. തോറ്റു പോയത് പോരാഞ്ഞിട്ട് ഗോൾഡ് മെഡൽ കിട്ടിയതുപോലെ വലിയ കാര്യത്തിൽ പറയാ നീ. ആ നിലയ്ക്ക് വാങ്ങാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ടാ പറ്റാത്ത? കണ്ടവന്മാരുടെ കൂടെ ഉഴപ്പി നടന്നു. കണ്ടത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കവിനാണോ? അതെ, ഇങ്ങനെ നടന്നോ നീ? മിണ്ടാതിരിക്കാൻ നോക്കൂ. മര്യാദക്ക് പറയുന്ന കേട്ടോ. അടുത്ത പരീക്ഷയ്ക്ക് നീ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കണം. പെട്ടെന്ന് വന്ന അമ്മ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? ശരി, ശ്രമിച്ചു നോക്കാം. അമ്മയുടെ ക്രീം ബിസ്ക്കറ്റ് ഉണ്ടോ? എടാ, എപ്പ നോക്കിയാലും ഇങ്ങനെ തിന്നോണ്ടിരുന്നാ മതിയല്ലോ നിനക്ക്, തീറ്റിപ്പണ്ടാരം. എന്താ അമ്മേ, എല്ലാവരും ഇങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുവാണല്ലോ. എന്റെ ഫ്രണ്ടാണെങ്കി എന്നെ ഉണ്ടപ്പൊരിയെന്നാ വിളിക്കുന്നത്. അമ്മയാണെങ്കി എന്നെ ഇപ്പോഴും ഇങ്ങനെ വിളിക്കുന്നു. എന്താ, എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ, ഇപ്പൊ അതൊക്കെയാണല്ലോ നിനക്ക് ഇമ്പോർട്ടന്റ്. ഇങ്ങ വാടാ. ശരി, പോവാം. വാ. ഏയ്, ആന്റിയെ കാണാനാ ഞാൻ ഓടി വന്നത്. എന്നെ കാണാനോ? എന്നാ വാ. ആന്റി, ഒത്തിരി താങ്ക്സ് ആന്റി. താങ്ക്സോ? എന്തിനാ കവൻ താങ്ക്സ് ഒക്കെ പറയുന്നത്? ഇന്ന് ഞാനാണ് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചത്. വാവ്, ആണോ? അതെ അമ്മേ, എനിക്ക് ഫുൾ മാർക്ക്, കവിന് ഫുൾ മാർക്ക്. കൺഗ്രാറ്റുലേഷൻസ് കവിൻ, സൂപ്പർ, കലക്കില്ല നീ. ഇതിന്റെ കാരണക്കാരി ആന്റിയാ. ആന്റി പറഞ്ഞ സ്റ്റൈലിൽ പഠിച്ചോണ്ടാ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയത്. ഒരുപാട് സന്തോഷമുണ്ട് കവിൻ. ആന്റി കാരണം ഞാനിപ്പോ ഹാപ്പി ആയിരിക്കുന്നത്. എനിവേസ്, കൺഗ്രാറ്റുലേഷൻസ്. ഈ ക്ലാസ് ടെസ്റ്റിൽ മാത്രമല്ലാതെ എല്ലാ ടെസ്റ്റിലും എല്ലാ എക്സാമിലും നീ മാർക്ക് വാങ്ങണം. അതിന് എന്റെ അഡ്വാൻസ് ആശംസകൾ. താങ്ക് യു. മിടുക്കൻ. ഒന്ന് എണീറ്റ് നിന്ന്. എന്തിന്? എണീറ്റ് നിക്കാനല്ലേ പറഞ്ഞേ? എന്റെ പൊക്കത്തിൽ നിക്കാൻഡി. എന്തിനാ? എന്റെ പൊക്കത്തിൽ നിക്ക്. ഇന്ന് ക്ലാസ് റൂമില് എല്ലാവരും ക്ലാപ്പ് ചെയ്യുമ്പോ എനിക്ക് എത്ര സന്തോഷമായെന്നറിയോ?
അപ്പൊ ഞാൻ ആന്റിയെ ഓർത്തത്. ആന്റി എന്നോട് പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് ചെയ്തോണ്ട് ആ ലെസൺ പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടില്ലായിരുന്നു. ഇന്നലെ ആന്റി എന്നോട് ഹഗ് ചെയ്യട്ടെന്ന് ചോദിച്ചില്ലേ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ക്ലാസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ട് ഹഗ് തരാന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാ ഇപ്പൊ ഹഗ് ചെയ്തേ. ഇന്ന് എല്ലാവരും എന്നെ നോക്കി ക്ലാസ്സിൽ ക്ലാപ്പ് ചെയ്തതിന്റെ കാരണം ആന്റിയാ. ആന്റിക്ക് എന്ത് വേണമെന്ന് പറ, ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ് ഗിഫ്റ്റ് ആയിട്ട് തരാം. ഒന്നും എനിക്ക് വേണ്ടടാ. നീ ഇങ്ങനെ മെടുക്കനായിട്ട് നന്നായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിയ എനിക്ക് അത് തന്നെ മതി. വേറൊരു കാര്യം പറയട്ടെ? എന്താ പറ. ഞാനും ആന്റിയും രണ്ടുപേരും ഫ്രണ്ട്സാ. യെസ്, നമ്മള് ഗുഡ് ഫ്രണ്ട്സാ അല്ലേ? താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്. മതിയടാ, എത്ര തവണ താങ്ക്സ് പറയും? ആ ശരി, എന്റെ കൂടെ ഫ്രണ്ട് ആയതുപോലെ നിലയുടെ കൂടെയും ഫ്രണ്ട് ആവണം. കൈ കൊടുക്ക. നോ നോ നോ, അത് മാത്രം പറ്റില്ല. നില എപ്പോഴും എന്റെ കോമ്പറ്റീറ്ററാ. ഇത് നോക്കടാ, ഒരു ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടുപേരും ഫുൾ മാർക്ക് വാങ്ങി. അപ്പൊ രണ്ടുപേർക്കും ഫ്രണ്ട് ആയിക്കൂടെ? കോമ്പറ്റീഷൻ അവിടെ ഇരുന്നോട്ടെ, കാരണം തമ്മില് മത്സരിച്ച് പഠിച്ചാലേ നമുക്കതില് ജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് മുഖം ഇങ്ങനെ കേറ്റി വെച്ച് അവളെ കണ്ണുരുട്ടി കാണിക്കുന്നത്, ദേഷ്യപ്പെടുന്നത്, അതൊന്നും ഒരു രസമല്ലടാ കവിൻ. ആന്റി പറയുന്ന നീ കേൾക്കുവല്ലയോ? നിലയുടെ കൂടെ ഫ്രണ്ട് ആവും. നോ, ഈ കാര്യത്തില് ഞാൻ ആര് പറഞ്ഞാലും അനുസരിക്കാൻ പോണില്ല. എന്റെ ക്ലാസ്സിൽ രണ്ടുപേര് തമ്മിലാ മത്സരം. ഒന്ന് കവിനും ഒന്ന് നിലയും. എത്ര ക്യൂട്ടായിട്ടാ നീ സംസാരിക്കുന്നെ, മിടുക്കനായിട്ടിരിക്കുന്നു. നിലയുടെ കൂടെ നീ ഫ്രണ്ട് ആയാല് ഓൾ പ്രോബ്ലം സോൾവ്ഡ് അല്ലേ? ഇല്ല ഇല്ല, എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ശത്രു ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലേ ആ ശത്രുവിനെ നമുക്ക് പുറകിലാക്കി ഓടാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞതല്ല, എന്റെ അച്ഛമ്മ പറഞ്ഞതാ.